പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുരുവായൂർ കേശവൻ ഈ വഴി പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സൈനികർക്ക് ഓടിക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്താ ചെയ്യാ? എടഞ്ഞാ വരുന്നെങ്കിൽ കഴിഞ്ഞു തന്നെ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. അവളെ മുദ്രിക്കുന്നേ, അവളൊന്നും ചെയ്യില്ല. നീ ഉറപ്പുണ്ട്? പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. എന്റെ ഗുരുവായൂരപ്പ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ കേശവൻ മടങ്ങി എത്തിയല്ലോ. ഇന്നേ നിനക്ക് രണ്ടുണ്ട് ശർക്കരയാ. എന്തിനാണെന്നറിയാമോ? ആ മൂത്താ മുതലാളിയോട് അങ്ങനെ തന്നെ പെരുമാറണം. കേശവനെ ആക്ഷേപിക്കുന്നതേ ഗുരുവായൂരപ്പനെ ആക്ഷേപിക്കുന്ന പോലെയാ. എന്താ നന്ദിനിക്കുട്ടി, സുഖല്ലേ? അതെ അമ്മാവ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മാവ അമ്മാവ എന്ന് വിളിക്കരുതെന്ന്. ഞാൻ അച്യുതാരെ കണ്ടപ്പോ നമ്മുടെ കാര്യം ഒന്ന് സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. നന്ദിനിക്കുട്ടി സമയം കിട്ടിയാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചേക്കും. നല്ല കേളവൻ. ചെറുപ്പക്കാര് തമ്മിലൊന്ന് സംസാരിക്കാൻ സമ്മതിക്കും. അറിഞ്ഞോ കേശവന്റെ ചാവക്കാട്ട വിശേഷം? അറിഞ്ഞല്ലോ. ഒരു കണക്കിന് അത് നന്നായി. ഇഷ്ടമില്ലാത്ത പണി എടുക്കാണ്ടിരിക്കുക നല്ലത്. നമുക്ക് ആ തടിപിടുത്തവും വേണ്ട, കാശുമോ വേണ്ട. മിടുക്കാൻ, കൊച്ചു മിടുക്കാൻ. മുറുക്കാനില്ലേ കയ്യില്? ഉണ്ടല്ലോ. ഇങ്ങോട്ട് ഇരിക്കുക ആശാനെ. പുകല വടക്കം പോലെയാണ്. ആശാന് പിടിക്കാവോ? ഇരിക്കുക അതിനെ കുട്ടി. ആശാനും കൂടി ഇരിക്കട്ടോ, ഞാനിപ്പോ വന്നേക്കാം. മനമൊരുകുന്നു. ഞാനിവിടെ കിടന്ന് എന്തൊക്കെയോ ഓർത്തുപോയി. അയ്യോ, കോഴി കൂവി. ഞാൻ പോട്ടെ. അത് പാതിരാക്കോഴിയാവും. പൂവൻകോഴിയാണെന്ന് സമ്മതിക്കാം. ഒരു രാത്രി മുഴുവൻ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണായിരുന്നില്ലേ? എന്നിട്ട് മതിയായില്ലേ എന്റെ ഉണ്ണി രാജാവിന്? എന്താ പറഞ്ഞേ? രാജാവോ? മന്ത്രി? മാപ്പ് പറ. മാപ്പ്. പോട്ടെ. ഇന്നെന്താ മോളെ നേരത്തെ എഴുന്നേറ്റ്? ഒന്നുമില്ല അച്ഛാ, ഇന്ന് അഷ്ടമി രോഹിണിയല്ലേ, വാഗച്ചാർത്തിന് പോകാനേ.
ആരാ വരുന്നു നോക്കൂ. കൂട്ടുകാരാ, നമ്മെ മറന്നോ? അടിയനും കേശവനും അങ്ങനെ മറക്കാൻ പറ്റുമോ? അച്യുതാ, അടിയൻ നഷ്ടവിരോഹിണിയല്ലേ? അടിയൻ ഭഗവാൻ പറഞ്ഞ ആള് ഈ കുല വാങ്ങി കേശവന് കൊടുക്ക. എനിക്ക് ഇവനെ കാണുമ്പോ ഉള്ളൊരു സന്തോഷം പണ്ടേ പോലെ എന്നും നിന്നെ വന്ന് കാണാൻ തരപ്പെടില്ല കേട്ടോ. ഈ വയസ്സായി, സുഖമില്ല മനസ്സിനും ദേഹത്തിനും. എന്നാൽ എന്നും നിന്നെ കാണുന്നുണ്ട്. മനസ്സിലായോ? അച്ഛന് മനസ്സിലായോ? ഇല്ലേ? എനിക്ക് മനസ്സിലായി. എന്താ? എന്നും മനസ്സിൽ കാണാറുണ്ടെന്ന് അർത്ഥം. അല്ല, എന്ന് ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങാൻ വരുമ്പോ കിളിവാതിൽ തുറന്ന് നോക്കി നിൽക്കുന്ന അർത്ഥം. വാടാ കൊച്ചു ഗോപാല. അല്ല, ചെറുളിയോ? വരിക വരിക. തമ്പുരാനെ, എഴുന്നേൽക്കൂ 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 ചാത്തൂട്ടി. എന്താ ചാത്തു, സുഖല്ലേ? ഗുരുവായൂരപ്പന്റെ സഹായം കൊണ്ട് ചോറ് മുട്ടിയിട്ടില്ല. അതേ ഉള്ളൂ. എന്താ ചാത്തൂട്ടിയെ ചിരിക്കണേ? ഓരോന്ന് ആലോചിച്ച് ചിരിച്ചതാ. അന്ന് കളിപ്പന്ത് ഉരുട്ടാനായിട്ട് കേശവന്റെ ഒപ്പം പൗണ്ട് ചുറ്റി ഇവിടുന്ന് വന്നിരുന്ന കാലേ. നല്ല കാലം ഒന്നും ഇനി വരില്ല. കേട്ടു അച്യുതാ, ഇവനെ ഈ കേശവൻ ഇവിടെ വരുമ്പോ റാ പോലൊരു ചിടുങ്ങനായിരുന്നു. ഓർക്കുന്നു. വിഴമ്പൂർ കോവിലകത്ത് കൊണ്ടുപോയി 2 പുലിക്കുട്ടിയെ നാവ് പിഴുത് സമൂലം ലേഹ്യം വെച്ച് കൊടുത്ത. അന്ന് ഇവനെ പ്രാന്തൻ കേശവൻ എന്നാ വിളിച്ചിരുന്നതേ. അതൊന്ന് മാറാൻ വേണ്ടി ഗുരുവായൂരപ്പന്റെ നടയിൽ 2 മണ്ഡലക്കാലം ഭജന വരുത്തിയതാ. ഇരുത്തി ഞാൻ ഇപ്പൊ കഴിഞ്ഞ പോലെ ഓർക്കണു. എന്റെ ഗുരുവായൂരപ്പാ. പങ്കൻ വിട്ടിട്ടം വിളമ്പാതിരിക്കൂ കോമണ്ണി. നീ അന്നില്ല. ഇല്ലെങ്കിൽ ഇല്ല. നിനക്കത് വല്ലതും ഓർമ്മയുണ്ടോ കേശവാ? കൊച്ചു കള്ളാ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മൂത്താശാനെ, ഇത്രയൊക്കെ ബന്ധു അടുപ്പമൊക്കെ പറഞ്ഞല്ലോ, ഒരിക്കലെങ്കിലും ആ മുൻകാലിൽ കൂടെ കേശവൻ ആശാനെ പുറത്ത് കേട്ടിട്ടുണ്ടോ? ആ ഒരൊറ്റ ആശയെ എനിക്കിനി ബാക്കിയുള്ളൂ. നടക്കാത്തതാണെന്നറിയാം, എങ്കിലും മനുഷ്യനല്ലേ, ആശിച്ചു പോയി. ഗുരുവായൂരപ്പനെ ശിരസിലേറ്റാൻ മാത്രമേ കേശവൻ മുൻകാല് ഉയർത്തി കൊടുത്തിട്ടുള്ളൂ. അതും വലങ്കാല്. അത് എനിക്കായിട്ടൊന്ന് ഉയർത്തി കിട്ടിയാൽ ആവൂ. ഇല്ല, കൊതിക്കുന്നില്ല. ഇല്ല, ഈ വയസ്സുകാലത്ത് അതിനെ ആശിക്കുന്നില്ല. എന്റെ ഗുരുവായൂരപ്പാ. ഗുരുവായൂരപ്പാ. ആ ഗുരുവായൂരപ്പാ, എനിക്കിനി മരിച്ചാലും വേണ്ടില്ല. മോനെ കേശവ, സന്തോഷായി കേട്ടോ. എന്തായി കണ്ണേ?